ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി നിർവഹിച്ചു. അതൊക്കെ നിൽക്കാതിരിക്കണമെങ്കിൽ, കുട്ടികൾക്കൊക്കെ നിൽക്കാതിരുന്നാൽ സൽപുത്രന്മാരുണ്ടാകണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം. ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സൽപുത്രന്മാരുണ്ടാകും. സൽപുത്രന്മാരുണ്ടാകുമ്പോൾ നല്ല കുടുംബമാവും. നല്ല കുടുംബമാവുമ്പോഴേ നല്ല സമൂഹമാവും. ഈ മഹത്തായ സമൂഹത്തിന്റെ സങ്കല്പങ്ങളൊക്കെ ഞാൻ ഈ വെയിലത്ത് നിങ്ങളെ നിർത്തി എന്തെങ്കിലും പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഊട്ടുപുരയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. അത് നമ്മുടെ സങ്കല്പത്തിൽ വരുന്നത് അന്നം ബ്രഹ്മമാണ്. അത് ഊട്ടുപുര എന്നുള്ളത് ക്ഷേത്രത്തോടനുബന്ധിച്ച് ആവശ്യമായി വേണ്ട ശ്രീകോവിൽ പോലെ തന്നെ പുണ്യസ്ഥാനമാണ്. മന്ത്രം ചൊല്ലി അമ്മമാര് സഹകരണത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് വ്യവസായ ആവശ്യത്തിന് കൊടുക്കുന്ന ഭക്ഷണം പോലെയല്ല. അത് പൊളൂട്ടഡാണ്, അത് ടോക്സിക്കാണ്. അതുകൊണ്ടാണ് ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വലിയ രോഗാതുരരായ ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നത്. അന്നം ബ്രഹ്മമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നിങ്ങളുടെ ഔഷധമെന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മളെ രോഗികളാക്കി മാറ്റുന്നത്. ഇന്ന് പട്ടിണി കിടന്നുകൊണ്ടല്ല രോഗമുണ്ടാകുന്നത്, ആവശ്യമില്ലാത്ത അമിതമായ ടോക്സിക്കായ ഭക്ഷണങ്ങളാണ്. കാരണം പെസ്റ്റിസൈഡിന്റെ ഉപയോഗം മൂലം മറ്റും നമ്മുടെ സിസ്റ്റമിക്കും എൻഡമിക്കുമായിട്ടുള്ള ഈ പോയ്സൺസ് നമ്മുടെ സർവ്വ വസ്തുക്കൾ. പണ്ട് നമ്മൾ പറയുന്നത് അധികം മാംസഭക്ഷണം ഒന്നും കഴിക്കരുത്, റെഡ് മീറ്റ് കഴിച്ചാൽ കുഴപ്പമാണ്. അപ്പൊ അതിനേക്കാൾ അപകടമാണ് പച്ചക്കറി കഴിക്കേണ്ട എന്ന് പറയപ്പെടുന്നത്. പച്ചക്കറികൾ പോലും നമ്മളിപ്പോ ഏറ്റവും പപ്പായ പോലുള്ള വളരെ ചീപ്പായ സാധനങ്ങൾ വിറ്റ് അതേ കഴിക്കാൻ പറ്റുള്ളൂ. കോളിഫ്ലവർ പോലുള്ള, മുന്തിരിങ്ങ പോലുള്ള. പണ്ട് ഡോക്ടർമാരൊക്കെ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം. ഇന്ന് ഒരൊറ്റ പീഡിയാട്രീഷ്യനും കുട്ടികൾക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കണമെന്ന് പറയില്ല. കാരണം മുന്തിരി പോലുള്ളതിലേക്ക് രാസവസ്തുക്കളിൽ മുക്കിയാണ് തമിഴ്നാട്ടിലെ മധുരയിലൊക്കെ ഞങ്ങൾ കാണുന്ന കൃഷിയിൽ ടണ്ണ് കണക്കിന് ഇത്തരത്തിലുള്ള വിഷവസ്തുക്കളാണ് അതിൽ ചേർക്കുന്നത്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹോർമോൺ ഡിഫിഷ്യൻസീസ് ഉണ്ടാക്കുന്നു. അതേപോലെ നമ്മുടെ ഗുരുതരമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നു. പണ്ട് മരണം വിതയ്ക്കുന്ന വസൂരി രോഗങ്ങൾക്ക് എതിരായി പ്രിവെൻഷനായിട്ടാണ് നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മയായിരുന്നു നമ്മളെ രക്ഷിച്ചിരുന്നത്. ആ മാരിയമ്മ സങ്കല്പം, ഞാൻ വരുന്നത് വയനാട്ടിലാണ്. അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും മാരിയമ്മൻ ക്ഷേത്രങ്ങളായിട്ടാണ് അറിയുന്നത്. അത് തമിഴ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അല്ല എന്നുള്ള ഇവിടെ തമിഴ് സംസ്കാരത്തെക്കാളും കർണാടക സംസ്കാരമാണ് ഇവിടെ. പക്ഷേ ഈ മാരിയമ്മ എന്ന മഹത്തായ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതൊരു നഗരത്തിന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന മാരിയമ്മ ക്ഷേത്രമാണ്. എന്നാൽ വയനാട്ടിലൊക്കെ പല മാരിയമ്മ ക്ഷേത്രം, കഴിഞ്ഞ ദിവസം ഞാനൊരു മാരിയമ്മ ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രം നിലനിൽക്കുന്നത് വളരെ നിബിഡമായ ഘോരവനത്തിന്റെ നടുക്കാണ്. അവിടേക്ക് ഒരു കിലോമീറ്റർ അപ്പുറം ചെന്നപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് പോകേണ്ട, ആനയും കടുവയും ഒക്കെ ഉണ്ടാവുന്ന ഫോറസ്റ്റുകാരുടെ ജീപ്പിലാണ് ഞങ്ങളെ പോലും നടത്തുന്നത്. പക്ഷേ ആ ഘോര വനത്തിന്റെ നടുവിൽ പോലും ആളുകൾ ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിലകൊണ്ടു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ ചരിത്രപരമായ, നമ്മുടെ ധാർമ്മികതയുടെ അനശ്വരമായ ശക്തിയുടെ ചൈതന്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ മഹാചൈതന്യമാണ് ഈ അമ്മയിൽ കുടികൊള്ളുന്നത്. അപ്പൊ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ വരുന്നവന് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ, ഒന്നിച്ചിരുന്ന് ഒരേ ചിന്തയോട് സച്ചിന്തയോടും കൂടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ശാന്തി, സമാധാനം. ഇന്നിപ്പോ വലിയ ദുഃഖം എന്താ, നമുക്കൊരു വിഷമമുണ്ട് പറയാനാളില്ല. അച്ഛനും അമ്മയ്ക്കും തിരക്കാണ്, കുട്ടികൾക്ക് തിരക്കാണ്. ഒന്നിച്ചിരുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കുട്ടികളും കൂടി ഭക്ഷണം കഴിക്കുന്ന കാലമാണ് ഇല്ല. നമുക്കെല്ലാവർക്കും തിരക്കാണ്. ഈ ചെറിയ എനിക്ക് പോലും എന്റെ കുട്ടികളെയും ഭാര്യയും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി. എന്താ തിരക്കെന്ന് ചോദിച്ചാൽ അറിയില്ല, സമയമില്ല. ഇപ്പൊ നമ്മളെ ഹോർലിക്സിന്റെ പരസ്യത്തിൽ കുട്ടികൾ പറയുന്നില്ലേ, 2 വയസ്സായ കുട്ടികൾ പരസ്യം കേട്ടില്ലേ, ഞാൻ ബിസിയാണ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളൊക്കെ ബിസിയാണ്. എന്താ പണിയെന്ന് ചോദിച്ചാൽ നമുക്ക് വിശേഷമൊന്നും പറയാനില്ല. കാരണം ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം നീക്കി വെക്കാൻ സമയമില്ലാത്തൊരു ജനതയായി എവിടേക്കോ ലക്ഷ്യബോധമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ജീവിതത്തിന്റെ അർത്ഥവും സന്തുഷ്ടിയും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു മഹാസാന്നിധ്യമാണ് ഇത്തരം ക്ഷേത്രങ്ങൾ. ഇത്തരം ക്ഷേത്രങ്ങളുടെ അന്നദാനം നടക്കുന്ന ഇത്തരം അഗ്രശാലകളുടെ നിർമ്മാണം തീർച്ചയായും നമ്മുടെ വലിയ കൂട്ടായ്മയുടെ തുടക്കമായിരിക്കും. നമ്മളറിയാം, നമ്മളൊരു ചപ്പാത്തിയോ കഴിക്കുന്ന അവസരത്തിൽ ആ ഗോതമ്പ് എത്രയോ മൈലുകൾക്കപ്പുറം പഞ്ചാബിലെയും ഹരിയാനയിലെയും പാവപ്പെട്ട കർഷകൻ അവന്റെ കറുത്ത മേല് കാണുന്ന വയലുകളിൽ കൂടി വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന ആ ഗോതമ്പ് മണികളാണ് നിങ്ങളുടെ
ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് ചപ്പാത്തിയായി വരുന്നു. എത്രയെത്ര മനുഷ്യന്റെ കണക്കില്ലാത്ത യാതനയുടെയും വേദനയുടെയും അധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ രാജ്യത്തെ പുഷ്ടിപ്പെടുത്താനുള്ള പ്രയത്നത്തിന്റെയും ഭാഗമായിട്ടാണ് ആ അന്നം നമ്മുടെ മുന്നിലെത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ ദിവാകരൻ നായർ സ്വാഗതവും മാരിയമ്മ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി ബാബുരാജ് നന്ദിയും പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ശ്രീ വാരിക്കാട്ട് പരമേശ്വരൻ നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊട്ടറ വാസുദേവ് ഫണ്ട് ഏറ്റുവാങ്ങി. പി വി കുഞ്ഞിരാമൻ, എം സുഗുണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.